സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു. ജീവനുള്ള അപ്പം ഈശോ. ഈശോ ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ, അൾത്താരകളിൽ, വിശുദ്ധ കുർബാനയിൽ ജീവനോടെ വസിക്കുന്നു. ജീവനോടെ വസിക്കുന്ന ഉത്ഥിതനായ ഈശോയെ ഈ നിമിഷം നമുക്ക് സ്വീകരിക്കാം. ദിവ്യകാരുണ്യത്തിലൂടെ നമ്മുടെ പക്കലേക്ക് കടന്നു വരുന്ന ഈശോയെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ആരാധ്യൻ യേശുവര വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും നിൻമുഖമൻ ഹൃദയത്തിലാനന്ദമേ. ആരാധ്യൻ യേശുവര വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും നിൻമുഖമൻ ഹൃദയത്തിലാനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ചേർന്ന് പാടാം. കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുവര വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും നിൻമുഖമൻ ഹൃദയത്തിലാനന്ദമേ. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവാണ്. നമ്മുടെ കർത്താവ് നിലവിളിക്കുന്നവരുടെ നിലവിളികൾക്ക് ഉത്തരം നൽകുന്നവനാണ്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 21 തുടങ്ങിയുള്ള തിരുവചനങ്ങളിൽ നാം വായിക്കുന്നു. ഒരു സിനഗോഗ് അധികാരി ഈശോയുടെ അടുക്കലേക്ക് വരുന്നു. ജായിറോസ് ഈശോയെ അന്വേഷിച്ചു, കണ്ടെത്തി. ഈശോയെ കണ്ടെത്തിയ ഉടൻ സിനഗോഗ് അധികാരിയായ ജായിറോസ് എന്താണ് ചെയ്തത്? ഈശോയുടെ കാൽക്കൽ കമിഴ്ന്നു വീണു. ഈശോയെ, എൻ്റെ കൊച്ചുമകൾ രോഗിയായി കിടക്കുന്നു. അങ്ങ് എൻ്റെ ഭവനത്തിൽ വരണം. എൻ്റെ മകളെ തൊടണം, സ്പർശിക്കണം. അവൾക്ക് ജീവൻ നൽകണം, അവൾക്ക് സൗഖ്യം നൽകണം, അവളെ എഴുന്നേൽപ്പിക്കണം. ഇതാ ജായിറോസ് ഈശോയുടെ അടുക്കൽ വന്ന് നിലവിളിച്ച് അപേക്ഷിച്ചത് എന്താണ്? ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സിനഗോഗ് അധികാരിയായ ജായിറോസിൻ്റെ ആവശ്യങ്ങൾ ഈശോയെ അറിയിച്ചു. ഈ നിമിഷം നമുക്കും നമ്മളെ പൂർണ്ണമായിട്ടും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിക്കുന്നത് ഈശോയെ അന്വേഷിക്കുമ്പോഴാണ്. അന്വേഷിക്കുന്നവർ ഈശോയെ കണ്ടെത്തുന്നു. കണ്ടെത്തിയാൽ മാത്രം പോരാ, ജായിറോസിനെ പോലെ നമ്മളും നമ്മുടെ ആവശ്യങ്ങൾ ഈശോയെ അറിയിക്കണം. എൻ്റെ കൊച്ചുമകൾ രോഗിയായിരിക്കുന്നു, ഈശോ വരണം. നമ്മൾ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, നമ്മളെ അലട്ടുന്ന അസ്വസ്ഥതകൾ, ഭാരങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, തകർച്ചകൾ, കുടുംബഭാരം, ഉത്തരവാദിത്തങ്ങൾ എല്ലാം ഈശോയെ അറിയിക്കണം. ഈശോയെ വീട്ടിലേക്ക് വിളിക്കണം, എൻ്റെ ജീവിതത്തിലേക്ക് വിളിക്കണം. ഈ നിമിഷം ജായിറോസിനെ പോലെ നമുക്കും ഈശോയെ നമ്മുടെ ഭവനത്തിലേക്ക് വിളിക്കാം. അവിടെ ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും.
കരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ. കരങ്ങളടിച്ച് സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ കരങ്ങൾ ഉയർത്തി യേശുവിനെ, അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ ആരാധിക്കാം. ചേർന്ന് പാടാം. യേശുവിനെ, അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ഇതാ ജായ്റോസിൻ്റെ ഭവനത്തിൽ നിന്നും ആൾക്കാർ വന്ന് ജായ്റോസിനെ അറിയിച്ചു, മകൾ മരിച്ചുപോയി. ഇനി എന്തിനു ഗുരുവിനെ ബുദ്ധിമുട്ടിക്കുന്നു? ഗുരുവിനെ ഈശോയെ ഭവനത്തിലേക്ക് വിളിക്കണ്ട എന്നുള്ള അർത്ഥത്തിൽ. ഇത് കേട്ടുകൊണ്ട് നിന്ന ഈശോ ജായ്റോസിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നമുക്ക് ഈ വചനം നമുക്കുമൊന്ന് ആവർത്തിക്കാം. ഈശോ ജായ്റോസിനോട് പറഞ്ഞ ഈ വചനം നമ്മളും ഏറ്റുപറയുന്നു. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിക്കുക മാത്രം ചെയ്യുക. നമ്മുടെ ഓരോ ജീവിത പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഈശോയെ അറിയിക്കുമ്പോൾ ഈശോ അത് കേൾക്കുന്നുണ്ട്. ഈശോ എന്നോട് പറയുന്നത് ഒരിക്കൽ കൂടി നമുക്ക് ആവർത്തിച്ച് പറയാം. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിക്കുക മാത്രം ചെയ്യുക. എൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിലേക്ക് ഈശോയെ വിളിക്കുമ്പോൾ ഈശോ അത് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, ഗ്രഹിക്കുന്നുണ്ട്, അത് ശ്രവിക്കുന്നുണ്ട്, എനിക്ക് ഉത്തരം നൽകുന്നുണ്ട്. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഈശോ ജായ്റോസിനെ കൂട്ടി സ്വന്തം ഭവനത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ അലമുറയിട്ട് കരയുന്ന മക്കൾ, പത്രോസും യാക്കോബും യോഹന്നാനും കൂടെയുണ്ട്. അവരെ മാത്രം ഈശോ മുറിക്കുള്ളിൽ പ്രവേശിപ്പിച്ചു. മാതാപിതാക്കളെയും മറ്റുള്ളവരെല്ലാവരെയും മുറിയിൽ നിന്നും ഈശോ മാറ്റി നിർത്തി. ഈശോ ജായ്റോസ് പറഞ്ഞതുപോലെ ആ മകളുടെ കയ്യിൽ പിടിച്ചു. മരിച്ചു കിടക്കുന്ന മകളെ കരങ്ങളിൽ പിടിച്ചു. ഇതാ മകൾ ജീവനോടെ എഴുന്നേറ്റിരുന്നു. തലീത്താകും എന്ന് പറഞ്ഞ് ജായ്റോസിൻ്റെ മകൾ എഴുന്നേറ്റിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷം ഈശോ നമ്മളെയും വിളിക്കുകയാണ്. നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ജീവിത മേഖലകളിലേക്ക്, പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക്, എൻ്റെ കടബാധ്യതകളിലേക്ക്, രോഗപീഠകളിലേക്ക്, തകർച്ചകളിലേക്ക്, അസ്വസ്ഥതകളിലേക്ക്, ഭാരങ്ങളിലേക്ക് നമ്മൾ അലമുറയിടേണ്ടവരല്ല, ഈശോയിൽ വിശ്വസിക്കേണ്ടവരാണ്. അത്ഭുതം പ്രവർത്തിക്കുന്ന കർത്താവ് എൻ്റെ അടുക്കൽ ഇതാ ദിവ്യകാരുണ്യത്തിൽ. നമുക്ക് കരങ്ങൾ ഉയർത്താം, ഈശോയെ വിളിക്കാം. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഈശോ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ, എൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ ഇതാ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്ന സമയമാണ്. എൻ്റെ ആവശ്യങ്ങൾ ഈശോയെ അറിയിക്കുമ്പോൾ ഈശോ അത് ചെയ്യും. ആ വിശ്വാസത്തോടെ വിളിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ സ്വരമുയർത്തി വിളിക്കട്ടെ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവ്, വിടുതൽ നൽകുന്ന കർത്താവ്, സൗഖ്യങ്ങൾ നൽകുന്ന കർത്താവ്. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറയുന്ന ഈശോ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുന്നവൻ, മനുഷ്യരുടെ കണ്ണുനീർ ഒപ്പുന്നവൻ, ഓരോ തുള്ളി കണ്ണുനീരും കുപ്പിയിൽ ശേഖരിക്കുന്നവൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നും പ്രവർത്തിക്കുന്നവൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച വചനത്തെ സ്ഥിരീകരിക്കുന്നവൻ ഇതാ നമ്മുടെ മധ്യേ.
കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. ഈശോയേ ഭയപ്പെടേണ്ട മകനേ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. വിശ്വാസത്തോടെ ചേർന്ന് പാടാം. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ മകനേ മകളെ, കൈകൾ ഉയർത്തി ഞാൻ നിന്റെ ദൈവമല്ലേ. ഈശോയുടെ നേരെ കരങ്ങൾ നീട്ടിപ്പിടിച്ച് കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. നമ്മുടെ രോഗങ്ങളും തകർച്ചകളും എല്ലാം ഏറ്റെടുത്ത് ഈശോ. വിശ്വാസത്തോടെ ഈശോയ്ക്ക് ഈ നിമിഷം നമ്മൾ നന്ദി പറയണം. നമ്മൾ ആവശ്യപ്പെട്ട എല്ലാ മേഖലകളിലേക്ക് ഈശോ കടന്നു വരുന്ന സമയമാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ മറ്റൊരു അത്ഭുതം നമ്മൾ കാണുന്നുണ്ട്. ലാസറിനെ ഉയർപ്പിക്കുന്ന മേഖല. മർത്തായും മറിയും ലാസറിൻ്റെ സഹോദരിമാർ ഈശോയോട് പറഞ്ഞു, ഈശോയെ, എൻ്റെ സഹോദരൻ മരിച്ചിട്ട് ദിവസം 4 ആയി. ഇതാ ഈശോയെ കൂട്ടി സഹോദരനെ ലാസറിനെ അടക്കിയിരിക്കുന്ന കല്ലറയിലേക്ക് ഈശോ പോവുകയാണ്. അവിടെ നെടുവീർപ്പിട്ട് കരഞ്ഞു. കല്ലറയുടെ വാതുക്കൽ ചെന്നപ്പോൾ കണ്ടത് ലാസറിനെ ഉയർപ്പിക്കാൻ സാധിക്കാത്ത വിധത്തിൽ കല്ലറയുടെ മുകളിൽ ഉരുട്ടി വെച്ചിരിക്കുന്ന കല്ലാണ്. ഈശോ പറഞ്ഞു, ഈ കല്ല് ഉരുട്ടി മാറ്റുക. ഈശോ എന്തുകൊണ്ടാണ് കല്ല് ഉരുട്ടി മാറ്റാതിരുന്നത്? മറ്റുള്ളവരോട് ആവശ്യപ്പെട്ടത്. ആ കല്ല് ഉരുട്ടി വെച്ചത് മനുഷ്യൻ തന്നെ. മനുഷ്യർ ഉരുട്ടി വെച്ച കല്ല് മനുഷ്യർ തന്നെ എടുത്തു മാറ്റണം. ഈശോ പിതാവിനോട് പ്രാർത്ഥിച്ചു. ലാസർ പുറത്തു വന്നു. പക്ഷെ വീണ്ടും ഇതാ കാണുവാൻ സാധിക്കുന്നു, മുഖം തുവാല കൊണ്ട് കെട്ടപ്പെട്ടിരിക്കുന്നു, കൈകാലുകൾ നാട കൊണ്ടും കെട്ടപ്പെട്ടിരിക്കുന്നു. വീണ്ടും ഈശോ പറഞ്ഞു, നിങ്ങൾ കെട്ടിയ മുഖത്തെ തുവാലകൾ അഴിച്ചു മാറ്റുക, നാടകൾ അഴിച്ചു മാറ്റുക. അത് മനുഷ്യർ ചെയ്തു വെച്ചതാണ്. ഈശോ പിതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു. ലാസർ പൂർണ്ണ ജീവൻ പ്രാപിച്ച് ഉത്ഥാനത്തിലേക്ക് കടന്നു വന്നു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഈശോ, ലാസറിനെ ഉയർപ്പിക്കുന്ന ഈശോ ഇതാ ഈ അൾത്താരിയിൽ ദിവ്യകാരുണ്യത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ ഈശോ നമ്മളെ ഉയർപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവനുണ്ടെങ്കിലും വിശ്വാസമില്ല, സ്നേഹക്കുറവുണ്ട്, അംഗീകാരക്കുറവുകളുണ്ട്. വേണ്ട വിധത്തിൽ ഈശോയെ പ്രത്യാശയോടെ ആശ്രയിക്കുവാനുള്ള അസ്വസ്ഥതകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ എല്ലാ കുറവുകളും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന കല്ല് നമുക്ക് മാറ്റാം. ഇന്ന് എൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ, മക്കളുടെ ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ ഈശോയെ കാണുവാൻ സാധിക്കാത്ത വിധത്തിൽ, ഈശോൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഞാൻ ഉരുട്ടി വെച്ചിരിക്കുന്ന കല്ലേതാണ്? ഈശോയോട് ചോദിക്കാം. അത് ചിലപ്പോൾ എന്നിലുള്ള വെറുപ്പാകാം, പാപമാകാം, കുറ്റബോധമാകാം, നിരാശയാകാം, ബലഹീനതകളാവാം, അശുദ്ധി നിറഞ്ഞ ജീവിതമാകാം, ജഡത്തിൻ്റെ പ്രത്യേകതകളാകാം, ആസക്തികളാകാം, കുടുംബത്തിലുള്ള വഴക്കാകാം, കലഹമാകാം. എന്തുമായിക്കൊള്ളട്ടെ, പ്രാർത്ഥനയുടെ കുറവായിരിക്കാം. ആ കല്ല് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ, സമൂഹ ജീവിതത്തിൽ ഞാൻ ഉരുട്ടി വെച്ചിരിക്കുന്ന കല്ല് എനിക്ക് എടുത്തു മാറ്റാൻ സാധിക്കാത്ത വിധത്തിൽ അസ്വസ്ഥതയിൽ കഴിയുന്ന ഒരു ദൈവമകളാണ് ഞാൻ. എന്നെ സഹായിക്കണമേ. ഈ നിമിഷം ഈശോ അത്ഭുതം പ്രവർത്തിക്കും. കരങ്ങൾ ഈശോയുടെ നേരെ നീട്ടിപ്പിടിക്കുക. ലാസറിനെ ഉയർപ്പിച്ച ഈശോ ഇപ്പോൾ ഇതാ ഈ വിശുദ്ധ കുർബാനയിൽ, ഈ അൾത്താരയിൽ ജീവിക്കുന്ന ഈശോ ഇതാ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ്. ആരൊക്കെ വിശ്വാസത്തോടെ കല്ലുരുട്ടി നീക്കുവാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നുവോ, വിശ്വസിക്കുന്നുവോ, ഇപ്പോൾ തന്നെ സംഭവിക്കുന്നത്. സ്വരമുയർത്തി വിളിച്ച് ഈശോയേ
അത്ഭുതങ്ങൾ നടക്കുന്ന സമയം, രോഗങ്ങൾ സുഖപ്പെടുന്ന സമയം, ഈശോയെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ ഹൃദയങ്ങളിലേക്കും ഈശോ കടന്നു വരുന്ന സമയം, വലിയ പാപശക്തികൾ, തിന്മയുടെ ശക്തികൾ, അന്ധകാര ശക്തികൾ, പൈശാചിക സ്വാധീനങ്ങൾ വിട്ടുപോകുന്ന സമയം, സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ ഇതാ പിശാചികളെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർക്കുന്ന സമയം. ആരൊക്കെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുവോ, ഇതാൽത്താരയിൽ നിന്നും ലാസറിനെ ഉയർപ്പിച്ച ഈശോ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നു, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഈശോ ഇതാ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. കരങ്ങളടിച്ച് ഉന്നത ശക്തി വരുന്നു, ദൈവപിതാവിൻ ശക്തി. കരങ്ങൾ ഉയർത്തിയടിച്ച് ഉന്നത ശക്തി വരുന്നു, ദൈവപിതാവിൻ ശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മ ശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മ ശക്തി. ഉന്നത ശക്തി വരുന്നു, ദൈവപിതാവിൻ ശക്തി. ഉന്നത ശക്തി വരുന്നു, ദൈവപിതാവിൻ ശക്തി. ബർത്തിമേയുസ് എന്ന അന്ധൻ ജെറിക്കോയുടെ വഴിയോരങ്ങളിൽ ഇതായിരിക്കുന്നു. ഈശോ ജെറിക്കോ വിട്ട് പോകാൻ തുടങ്ങുന്ന സമയത്ത് ഉച്ചത്തിൽ നിലവിളി കേൾക്കാം. ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എൻ്റെ മേൽ കനിയണമേ. ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എൻ്റെ മേൽ കനിയണമേ. ഈശോയുടെ കൂടെ വലിയൊരു ജനാവലി. ആ ജനാവലിയുടെ ശബ്ദത്തേക്കാൾ ഉയർന്നു നിന്നു ഈ അന്ധയാചകൻ്റെ നിലവിളി. ഈശോ ഈ ശബ്ദം കേട്ട് ഈശോ അവിടെ നിന്നു. ഈശോ കൂടെയുള്ളവരോട് പറഞ്ഞു, അവനെ വിളിക്കുക, അവനെ വിളിക്കുക. ഇതാ സഹോദരങ്ങൾ വന്ന് ഈ അന്ധനെ വിളിക്കുക, എഴുന്നേൽക്കുക, ധൈര്യമായിരിക്കുക, ഇതാ ഈശോ നിന്നെ വിളിക്കുന്നു. ഈ 3 കാര്യമാണ് ഈശോ പറഞ്ഞു വിട്ടവർ വന്ന് ഈ അന്ധനെ അറിയിച്ചത്. എഴുന്നേൽക്കുക, ധൈര്യമായിരിക്കുക, ഈശോ നിന്നെ വിളിക്കുന്നു. നമ്മൾ ഏത് അവസ്ഥയിലായിരിക്കുന്നുവോ, പാപത്തിൻ്റെ അവസ്ഥ, ബലഹീനതകളുടെ അവസ്ഥ, വിശ്വാസമില്ലാത്ത മേഖലകൾ, അന്ധകാര ശക്തികൾക്ക് അടിമപ്പെട്ട വ്യക്തികൾ എന്തുമായിക്കൊള്ളട്ടെ, മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമപ്പെട്ട വ്യക്തികളായിക്കൊള്ളട്ടെ, ഈശോ നമ്മളെ വിളിക്കുന്ന സമയമാണ്. ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കണം. പാപത്തിൽ നിന്ന്, ബലഹീനതകളിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴാണ് ഈശോ അത്ഭുതം പ്രവർത്തിക്കുക. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ നമുക്ക് തനിയെ സാധ്യമല്ല. പക്ഷേ ഈശോ സഹായിക്കും. അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഈശോയാണ്, ഇന്നും ജീവിക്കുന്ന ഈശോയാണ്, ഉദ്ധാനം ചെയ്ത ഈശോയാണ്. ഈശോ നമ്മളെ സഹായിക്കും. ധൈര്യമായിരിക്കുക, ഇതാ ഈശോ വിളിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ 24 മണിക്കൂറും വർഷത്തിൻ്റെ 365 ദിവസവും ഈശോ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈശോ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈശോ നമ്മളെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈശോയുടെ അറിവിലും സ്നേഹത്തിലും നമ്മൾ ഒന്നായിരിക്കുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തിക്ക് ഈശോ പറയുന്നത് കേൾക്കുവാൻ സാധിക്കുക, എഴുന്നേറ്റ് ചെല്ലുവാൻ സാധിക്കും. അവനാകെ ഉണ്ടായിരുന്ന ആ പുറംകുപ്പായം, അത് ജീവിതത്തിന് സുരക്ഷിതത്വം നൽകുന്ന പുറംകുപ്പായമാണ്. അതാത് ദിവസം ലഭിക്കുന്ന രൂപ കളക്ട് ചെയ്യുന്ന പുറംകുപ്പായമാണ്. ചൂടിനും തണുപ്പത്തും ശരീരത്തിന് ആശ്രയം നൽകുന്ന, തണുപ്പിൽ നിന്ന് രക്ഷിക്കുന്ന വസ്ത്രം, ചൂടിൽ നിന്ന് രക്ഷിക്കുന്ന വസ്ത്രം, രാത്രിയിൽ കിടക്കയ്ക്ക് വിരിപ്പിന് പകരം ഉപയോഗിക്കുന്ന വസ്ത്രം, പകലോ രാത്രിയിലോ ശത്രുക്കൾ വരുമ്പോൾ ആ വസ്ത്രം കൊണ്ട് ശത്രുക്കളെ ആട്ടിയൊടിക്കുന്ന പുതപ്പ്, എല്ലാം ജീവിതത്തിന് ഇന്ന് വരെ സുരക്ഷിതത്വം നൽകിയ ഏക ആശ്രയമായ പുതപ്പ് വലിച്ചെറിഞ്ഞ് തുള്ളിച്ചാടി കുതിച്ചു ചാടി ഈശോയുടെ അടുക്കിലേക്ക് ചെന്നു. ഈ അന്ധനെ പോലെ എൻ്റെ ജീവിതത്തിന് സുരക്ഷിതത്വം നൽകുന്ന എല്ലാ പാപശക്തികളെയും പൂർണ്ണമായും ഈശോയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലേ ഈശോയ്ക്ക് അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കും. ഇന്ന് ഈശോയുടെ അടുത്തേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കാത്ത വിധത്തിൽ എന്നെ മൂടപ്പെട്ടിരിക്കുന്ന മേൽവസ്ത്രം എന്താണ്, എന്നെ പിടിച്ചു നിർത്തുന്ന എൻ്റെ ഈശോയേക്കാൾ ഉപരിയായി ഞാൻ കരുതുന്ന വസ്തുക്കൾ എന്താണ്, സാധനങ്ങൾ എന്താണ്, വ്യക്തികളാണോ, വസ്തുക്കളാണോ, പ്രതാപമാണോ, ശരീരമാണോ, തൊഴിൽ മേഖലകളാണോ, സൗന്ദര്യമാണോ, ഭവനമാണോ, മക്കളാണോ, ആരോഗ്യമാണോ, എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് വലിച്ചെറിയുക. അപ്പോൾ ഈശോ എന്നെ സ്വീകരിക്കും. ഈ അന്ധൻ ഈശോയുടെ അടുക്കൽ ചെന്നു
ഈശോ ചോദിച്ചു, നിനക്ക് എന്താണ് ആവശ്യം? ഉടൻ പറഞ്ഞു, എനിക്ക് സൗഖ്യം, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. ഈശോ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ സമയം തന്നെ അന്ധന് കാഴ്ച കിട്ടി. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ സമയം തന്നെ അന്ധന് കാഴ്ച കിട്ടി. ഇതാ ഇപ്പോൾ നമ്മൾക്കും ഈശോ കാഴ്ച നൽകുകയാണ്. നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഏറ്റുപറയും. ഈശോയെ, അന്ധനെ പോലെ ഞാനും വിശ്വസിക്കുന്നു. എൻ്റെ ആന്തരിക നേത്രങ്ങൾ തുറന്നു തരണമേ, എൻ്റെ ആന്തരിക ഹൃദയം തുറന്നു തരണമേ, എനിക്ക് വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കരമുയർത്തി അതരം തുറന്ന് നമുക്ക് ഈശോയെ കാണാൻ തടസ്സം നിൽക്കുന്ന എല്ലാ മേഖലകളും ഈശോയുടെ കരങ്ങളിലേക്കൊന്ന് വിട്ടുകൊടുത്തേ. കുടുംബത്തെ ഒന്ന് വിട്ടുകൊടുത്തേ, മക്കളെ ഒന്ന് വിട്ടുകൊടുത്തേ, ജീവിത പങ്കാളിയെ വിട്ടുകൊടുക്കുക, നമ്മുടെ ജീവിത തടസ്സങ്ങൾ വിട്ടുകൊടുക്കുക, ക്ഷമിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപകൾ ചോദിക്കുക, രോഗങ്ങൾ വിട്ടുകൊടുക്കുക, പ്രതാപം വിട്ടുകൊടുക്കുക, ആരോഗ്യം വിട്ടുകൊടുക്കുക, എല്ലാം സമർപ്പിക്കട്ടെ. ഇതാ ഈശോ ഏറ്റെടുത്ത് തന്നെ അനുഗ്രഹിക്കുന്ന സമയം. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നവൻ, സൗഖ്യം നൽകിയവൻ ഇതാ എൻ്റെ അടുക്കൽ. സ്വരമുയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, ഈശോയേ. മനസ്സാകുമോ നാദ സുഖമാക്കുവാൻ? ചേർന്ന് പാടാം. മനസ്സാകുമോ നാദ സുഖമാക്കുവാൻ? ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. നീ എൻ്റെ ഭവനത്തിൽ വരുവാനെനിക്കില്ല യോഗ്യത തെല്ലും നാഥാ. ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. ആപാത ചൂടം ഞാൻ സുഖമാക്കുവാൻ. മനസ്സാകുമോ നാദ സുഖമാക്കുവാൻ? സ്വരമുയർത്തി ശബ്ദമുയർത്തി. ഒരു വാക്കു കൽപ്പിച്ച മതിയാകുമല്ലോ. നീ എൻ്റെ ഭവനത്തിൽ വരുവാനെനിക്കില്ല യോഗ്യത തെല്ലും നാഥാ. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ച് മതിയാകുമല്ലോ. യേശുവേ, ചൂടം ഞാൻ സുഖമാകുവാ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവ് ഇതാ നമ്മുടെ മധ്യേ അവിടെ നിന്നും ജീവിക്കുന്നു. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈശോയെ, എന്നെ എൻ്റെ കുടുംബത്തെ ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളെയും വേദികളെയും ഏറ്റെടുക്കണമേ. എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. ഇന്ന് എനിക്കൊരു അത്ഭുതം ഈശോ പ്രവർത്തിക്കണം. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ വലിയ മാനസാന്തരം എനിക്ക് വേണം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈശോയെ മാത്രം മതി. ഇന്ന് ജീവിക്കുന്ന ഈശോയുടെ സാന്നിധ്യം ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി എന്ന് ജായിറോസിനോട് പറഞ്ഞു. ഈശോയെ, ഞാനത് വിശ്വസിക്കും. ഓരോ നിമിഷവും അതെന്നോട് ഈശോ ആവർത്തിക്കുന്നുണ്ട്. ആ അന്ധയാചകൻ വിളിച്ചു പറഞ്ഞതുപോലെ, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ഉച്ചത്തിൽ ഈശോയെ വിളിക്കാനുള്ള അഭിഷേകം എനിക്ക് നൽകണമേ. ലാസറിനെ ഉയർപ്പിച്ച ഈശോ കല്ലറകളിൽ നിന്നും ജീവിതത്തിൽ നിന്നും എല്ലാം ഉരുട്ടി മാറ്റി ഈശോയ്ക്ക് എന്നിലേക്ക് കടന്നു വരുക. ഓരോ നിമിഷവും വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധിയിലും ജീവിക്കാൻ തടസ്സം നിൽക്കുന്ന എല്ലാ മേഖലയും ഈശോയെ അവിടുന്ന് തന്നെ എടുത്തു മാറ്റണമേ. വലിയ കൃപയ്ക്ക് അഭിഷേകത്തിനു വേണ്ടി ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കരമുയർത്തി ഒരിക്കൽ കൂടി സ്തുതിക്കട്ടെ. ഈ നിമിഷം ദിവ്യകാരുണ്യ ആശീർവാദത്തിന് വേണ്ടി നമ്മൾ മുട്ടുകുത്തുന്ന സമയമാണ്. സ്വരമുയർത്തി അതരം തുറന്ന് ഈശോയെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. കരമുയർത്തി സ്തുതിക്കട്ടെ. ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈശോ നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കും.
ബാബിലോണിൽ സിംഹക്കുഴിയിൽ കിടന്ന ദാനിയേലിനെ ഉയർപ്പിച്ച ഈശോ ഇതാ. എല്ലാ സിംഹക്കുഴിയിൽ നിന്ന് ദാനിയേലിന് ജീവൻ നൽകിയ ഈശോ ഇതാ. ഹബക്കൂക്ക് വഴി ദാനിയേൽ പ്രവാചകന് ഭക്ഷണം കൊടുത്ത ദൈവം ഇതാ നമ്മുടെ മധ്യേ. ദൈവമേ, അവിടെ ഞാൻ ഈ സിംഹക്കുഴിയിൽ കിടന്നിട്ട് എന്നെ ഓർത്തല്ലോ. ദൈവം ഇന്നും അത്ഭുതം പ്രവർത്തിക്കും. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്ന ഈ സമയത്ത് നമുക്ക് ദിവ്യകാരുണ്യ ആശീർവാദം നൽകുന്ന സമയം കൂടിയാണ്. ബാബിലോണിലെ സിംഹക്കുഴിയിൽ വായുവേഗത്തിൽ ഹബക്കൂക്കിനെ എത്തിച്ചവനാ എൻ്റെ കർത്താവേ, ആരാധിക്കുന്നു നിന്നെ ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തി. ബാബിലോണിലെ സിംഹക്കുഴിയിൽ വായുവേഗത്തിൽ ഹബക്കൂക്കിനെ എത്തിച്ചവനാ എൻ്റെ കർത്താവേ, ആരാധിക്കുന്നു നിന്നെ ആരാധിക്കുന്നു. ആയിരുന്നോരും ആയിരിക്കുന്നോരും വരുവാനിരിപ്പോൾ സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ബാബിലോണിലെ സിംഹക്കുഴിയിൽ വായുവേഗത്തിൽ ഹബക്കൂക്കിനെ എത്തിച്ചവനാ എൻ്റെ കർത്താവേ, ആരാധിക്കുന്നു നിന്നെ ആരാധിക്കുന്നു. കുഴഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ കുഴിയിലേക്കു നീ ഇപ്പോൾ വരണേ. കുഴഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ കുഴിയിലേക്കു നീ ഇപ്പോൾ വരണേ. ഒരു കഴിക്കാൻ എനിക്കാവുന്നില്ലല്ലോ, കെട്ടുപൊട്ടിക്കാൻ നിന്റെ ശക്തി തരണേ. കെട്ടുപൊട്ടിക്കാൻ നിന്റെ ശക്തി തരണേ. ആയിരുന്നോരും ആയിരിക്കുന്നോരും വരുവാനിരിപ്പോൾ സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.